ഹലോ, നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം മംഗലാപുരത്തേക്കൊരു യാത്ര പോയിരുന്നു എൻ്റെ EVയിൽ. എൻ്റെ EV ഓൾറെഡി 1,49,900 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. ഈ യാത്രയിൽ അത് 1,50,000 എന്നുള്ള ഒരു ലാൻഡ് മാർക്ക് ക്രോസ് ചെയ്യും. ഞാനീ തൃശ്ശൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് ഏകദേശം ഒരു 400 കിലോമീറ്റർ ദൂരമുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഫുൾ ചാർജ് ചെയ്താണ് ഞാൻ പോയത്. പിന്നെ ഈ യാത്രയിൽ പിന്നീട് ചാർജ് ചെയ്തത് കോഴിക്കോട് കഴിഞ്ഞ് തിരുവാങ്ങൂർ എന്നുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അവിടെ ചാർജിങ് പകുതിയായപ്പോൾ തന്നെ അവിടെ എന്തോ ഒരു ടെക്നിക്കൽ എറർ കൊണ്ട് ചാർജിങ് സ്റ്റോപ്പായി. 250 രൂപയാണ് അവിടെ ചാർജിങ് ആയത്. പിന്നീട് കണ്ണൂർ G-Mall അവിടെ ഗോ ഈസിയുടെ ചാർജറിൽ നിന്ന് ചാർജ് ചെയ്തു, ഫുൾ ചാർജ് ചെയ്തിരുന്നു. അതിന് 750 രൂപയാണ് ചിലവായത്. പിന്നീട് മംഗലാപുരത്ത് അവിടെ മംഗലാപുരം സിറ്റി സെൻറ്റർ മാളിൽ സിയോണിൻ്റെ ചാർജറിൽ നിന്നാണ് ചാർജ് ചെയ്തത്. ആ ചാർജിങ്ങിനും 750 രൂപ ചിലവ് വന്നിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് പയ്യോളിയിൽ നിന്നാണ് ചാർജ് ചെയ്തത്. പയ്യോളിൽ നിന്നുള്ള ചാർജിങ്ങിന് എനിക്ക് ചിലവായത് ഏകദേശം 350 രൂപ. പിന്നീട് വീടെത്തുന്നവരെ എനിക്ക് ചാർജ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ മൊത്തം 2,100 രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം 200 കിലോമീറ്റർ EVയിൽ യാത്ര ചെയ്യാനായിട്ട് എനിക്ക് ചിലവ് വന്നിട്ടുള്ളത്. പുറത്ത് ചാർജ് ചെയ്തത് 2,100 രൂപ. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ 30% ചാർജ് ബാക്കിയുണ്ടായിരുന്നു.